ബിജെപിയുടെ കണക്കുകൂട്ടലുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമാണ്. ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള പല നേതാക്കന്മാരെയും ഇവിടെ പയറ്റുമെന്നാണ് സൂചനകൾ. കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് മത്സരിക്കും. 2019 പോലെയല്ല ബിജെപി 2024 വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകിയിരുന്നു. അതിനെ തുടർന്ന് പല സംവിധാനങ്ങളും കേരളത്തിൽ ബിജെപി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതും വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകൾ അടങ്ങുന്ന സഭയിൽ സംസാരിക്കുന്നതും. അതിനെ തുടർന്ന് സഭാ അംഗങ്ങളുമായും ചർച്ച ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ ജില്ലകളായി ബിജെപി പറയുന്നത് തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട മേഖലകളാണ്. ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക എന്ന സജ്ജമായ നടപടികളുമായാണ് ബിജെപി മുൻപോട്ട് പോകുന്നത്. കർണാടകയിൽ കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന്റെ പിറകിലത്തെ രഹസ്യം എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചു എന്നതാണ്. കേരളത്തിൽ ബിജെപി വിജയിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ആദ്യ തന്ത്രമായി മുൻപോട്ട് വയ്ക്കുന്നതും ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5ൽ 4 വിജയിച്ചതിന്റെ പ്രധാന ഘടകമായി ബിജെപി കാണുന്നതും 4 ബിജെപി ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിലെങ്കിലും വിജയിക്കണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് എടുത്ത ആദ്യ തീരുമാനമാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാൾ മുമ്പ് കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണയിക്കുമെന്നുള്ളത്. സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേകൾ ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബിജെപി. ആ സർവേ ഈ മാസം അവസാനമാകുന്നതോടുകൂടി പൂർത്തിയാകുകയും ആ സർവേയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുകയും ചെയ്യും. നമോ ആപ്പ് വഴിയുള്ള സർവേയും ശക്തമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സർവേകളുടെ അടിസ്ഥാനത്തിൽ അതത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏത് സ്ഥാനാർത്ഥിയെ നിർണയിച്ചാലാണ് ബിജെപിക്ക് വിജയിക്കുവാൻ സാധിക്കുക എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബിജെപി. ബിജെപിയുടെ കണക്കുകൂട്ടലുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമാണ്. കൃത്യമായ ലക്ഷ്യത്തോടുകൂടി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും പിടിക്കുക എന്ന ലക്ഷ്യത്തെ അടിവരയിടുന്ന തരത്തിലേക്കാണ് അവരുടെ നടപടികൾ മുൻപോട്ട് പോകുന്നത്, അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഫെബ്രുവരി 20 മുമ്പായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്ന ധാരണയുടെ പുറത്താണ് നിലവിൽ ബിജെപി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നത്. ഇതേ തുടർന്ന് ചില സൂചനകൾ ഏതൊക്കെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കുമെന്നുള്ള ചില സൂചനകൾ ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്നാണ് സൂചന. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ഈ തൃശ്ശൂർ എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂരിൽ മത്സരിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു സുരേഷ് ഗോപി. പക്ഷേ അതിനൊന്നും തളരാതെ ഇത്തവണ തൃശ്ശൂർ പിടിക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെയാണ് തന്റെ തന്ത്രങ്ങൾ കുറച്ചുകൂടി ദൃഢമായി പയറ്റുന്നത് സുരേഷ് ഗോപി. നരേന്ദ്രമോദി വരുന്ന വഴികളിലെല്ലാം ഇരു ഭിത്തികളിലും ബിജെപിയുടെ സ്ഥാനാർത്ഥി തൃശ്ശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്ന് ആലേഖനം ചെയ്തുകൊണ്ടുള്ള മതിലുകളും ചുവരുകളും ഉയർന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കുമെന്ന് അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ ബിജെപി അംഗങ്ങൾ, ബിജെപി നേതാക്കന്മാർ. ആറ്റിങ്ങലാണ് അവരുടെ അടുത്ത പ്രധാനപ്പെട്ട ഇടം. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി മുരളീധരൻ മത്സരിക്കുവാനാണ് സാധ്യതകളേറെ. നിലവിൽ അവിടെ ഒരു വീടൊക്കെ എടുത്ത് തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വളരെ രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആറ്റിങ്ങലിൽ മുരളീധരൻ മത്സരിക്കുവാനാണ് സാധ്യതകൾ ഏറെ. പിന്നീട് തിരുവനന്തപുരമാണ്. പൊതുസമൂഹം അംഗീകരിക്കുന്ന, പൊതുയിടങ്ങളിൽ സ്വീകാര്യതയുള്ള ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഒരു മുഖത്തെയോ ആയിരിക്കും തിരുവനന്തപുരത്തേക്ക് പരിഗണിക്കുക എന്നുള്ളതാണ് നിലവിൽ ബിജെപി പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3 തവണ വിജയിച്ചു വന്ന മൃഗീയ ഭൂരിപക്ഷത്തിൽ 2019 വിജയിച്ച ശശി തരൂരിനെ മലത്തിയടിക്കുവാൻ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള പല നേതാക്കന്മാരെയും ഇവിടെ പയറ്റുമെന്നാണ് സൂചനകൾ. അതിൽ നിർമ്മല സീതാരാമൻ അടക്കം സാക്ഷാൽ നരേന്ദ്രമോദി അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും പറയുന്നു. പക്ഷേ സാധ്യതകൾ വരുന്നത് മറ്റു ചില പേരുകളാണ്. ഏറ്റവും ആദ്യം വരുന്നത് ഗവർണർ തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് പറയുന്നവരുണ്ട്. ഗവർണറെ രാജിവെപ്പിച്ചുകൊണ്ട് നിലവിൽ തിരുവനന്തപുരത്ത് വലിയ പ്രക്ഷോഭങ്ങൾ തീർത്ത, കേരള സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ,
കേരള സർക്കാരിനേക്കാൾ പിന്തുണ കേരളത്തിലെ ഗവർണർക്കുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ അല്ലെങ്കിൽ അത് ഉറപ്പിക്കുവാൻ വേണ്ടി പല തന്ത്രങ്ങളും പയറ്റിയ കേരളത്തിലെ എല്ലാ ജനവിഭാഗത്തിനും പേരെടുത്തറിയാവുന്ന കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന സൂചനകളുണ്ട്. അതിനോടൊപ്പം തന്നെ പിന്നീട് സാധ്യതയുള്ളത് വിദേശകാര്യമന്ത്രി ജയശങ്കറിനാണ്. അതിനോടൊപ്പം തന്നെ BJP മുൻപോട്ട് വെക്കുന്ന പേര് രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ്. അങ്ങനെ വളരെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി നിര തന്നെ തിരുവനന്തപുരത്തിന് വേണ്ടി BJPയുടെ പക്കലുണ്ട്. പക്ഷേ ശശി തരൂരിനെ മലർത്തിയടിക്കുവാൻ വേണ്ടി വന്നാൽ സാക്ഷാൽ നരേന്ദ്രമോദിയെ തന്നെ കളത്തിലിറക്കുവാൻ തീരുമാനമെടുക്കുന്ന തരത്തിലേക്കാണ് BJPയുടെ നിലവിലത്തെ പോക്ക്. എന്തായാലും കേരളത്തിൽ ഒരു ലോക്സഭാ മണ്ഡലമെങ്കിലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പിടിക്കുമെന്ന് കട്ടായം പറയുന്ന തരത്തിലേക്കാണ് അവരുടെ നിലപാടുകൾ, നീക്കുപോക്കുകൾ. നിലവിലത്തെ അവസ്ഥയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഭദ്രമായ ഒരു സീറ്റിൽ മത്സരിപ്പിച്ച് നിയമസഭയിലേക്ക് കെ സുരേന്ദ്രനെ അയക്കുക എന്ന ലക്ഷ്യം കൂടി BJPക്കുണ്ട്. അതാണ് ഇതിന്റെ മറ്റൊരു മുഖം. നിലവിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല എന്നാണ് BJP വൃത്തങ്ങൾ അറിയിക്കുന്നത്. ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാതെ നിയമസഭയിൽ വളരെ ശക്തമായ ഒരിടത്ത് മത്സരിപ്പിച്ച് നിയമസഭയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് BJPയുടെ അടുത്ത തന്ത്രമെന്നും ചില വൃത്തങ്ങൾ അറിയിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ 10% വോട്ടുകൾ, അതായത് ക്രൈസ്തവ മതവിശ്വാസികളിൽ നിന്ന് 10% വോട്ടുകളും ഹിന്ദു മതവിശ്വാസികളിൽ നിന്ന് 50% വോട്ടുകളുമാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ കരുനീക്കങ്ങളും BJP നടത്തിക്കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള പല തന്ത്രങ്ങളും BJP പയറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് അത്രയും ആത്മവിശ്വാസത്തിലാണ് BJP. ന്യൂനപക്ഷങ്ങളിൽ നിന്ന് 10%വും ഭൂരിപക്ഷങ്ങളിൽ നിന്ന് 50%വും ലഭിക്കുന്നതോടുകൂടി കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും BJP അധികാരത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിലവിൽ കേന്ദ്രവും കേരളത്തിലുമുള്ള BJP നേതാക്കന്മാരുമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കും എന്ന ഉറച്ച നിലപാടും ഉറച്ച വിശ്വാസത്തിലുമാണ് BJP ഉള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിമുടി കുലുങ്ങാതെ ഇരുമുന്നണികൾക്കും എതിരായി ശക്തമായി നിലയുറയ്ക്കുവാനുള്ള തീരുമാനമാണ് BJP എടുത്തിരിക്കുന്നത്.